ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. പോവാന അങ്ങനെ ബിസി ആയിട്ട് മീറ്റിംഗിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയാണെങ്കിലോ നിനക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് എല്ലാവരെയും ഇടിച്ചു തള്ളി ഹുവാനയുടെ ഫ്രണ്ടിലേക്ക് വരും. വാ മോളെ വാ, നീ ഫുഡ് കഴിക്ക്, ഞാൻ നിനക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഹുവാനിനെ കളിയാക്കി ചിരിക്കാനായിട്ട് തുടങ്ങും. ഞങ്ങൾ ആരും ഇവിടെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല, ഇവിടുത്തെ ഓണർ ആണല്ലോ, അപ്പൊ ഫുഡൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒരേ കമന്റ് ഒക്കെ പറയാനും തുടങ്ങും. ഇത് കേൾക്കുമ്പോൾ ഹുവാനക്കും ടെൻഷനായിട്ട് അമ്മനെയും കൂട്ടി പുറത്തേക്ക് പോകും. ഒന്നും വേണ്ടാണ്ട് ഭയങ്കര ദേഷ്യത്തിൽ മുന്നോട്ട് നടക്കുമ്പോ അമ്മ പുറകെ ഓടിച്ചെന്ന്, എന്താ മോളെ നീ ഫുഡ് കഴിക്കുന്നില്ലേ, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നത്, കഴിക്കുന്നും പറഞ്ഞ് അപ്പോഴും നിർബന്ധിച്ചോണ്ടിരിക്കും. ഇതും കൂടി ആകുമ്പോ ഹുവാനക്ക് ടെൻഷനാകും. അമ്മ ഇനി ഒരിക്കൽ കൂടി ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്ക് ഫുഡുമായിട്ട് വരരുത്, അമ്മ ഇങ്ങനെ വന്നത് കൊണ്ട് എന്റെ സ്റ്റാഫൊക്കെ എന്നെ കളിയാക്കിയത് അമ്മ കണ്ടതല്ലേ, എന്തിനാണ് അമ്മ എന്റെ പുറകെ നടന്നിങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അമ്മക്ക് ഞാൻ മാത്രമല്ലല്ലോ, ഒരു മകനും കൂടിയില്ലേ, അവന്റെ കാര്യവും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ നോക്ക്, എന്റെ പുറകെ നടന്നിങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ എന്നും പറഞ്ഞ് ഹുവാന ഭയങ്കര ദേഷ്യത്തില് അവിടെ നിന്ന് നടന്നു പോകും. അമ്മയും ഇതെല്ലാം കേട്ട് ഭയങ്കര സങ്കടത്തില് വീട്ടിലേക്ക് പയ്യെ നടക്കും. ജിയോ ഇതെല്ലാം മാറി നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ തന്നെ അമ്മയുടെ പുറകെ പോകും. അതേ ടൈം ഹുവാന മിങ്ങിന് കോൾ ചെയ്ത്, അമ്മ ഇങ്ങനെ വന്നു, ഞാൻ ഒരുപാട് ദേഷ്യത്തില് ഒച്ച വെച്ചായിരുന്നു സങ്കടത്തിലാ വീട്ടിലേക്ക് പോയിരിക്കുന്നത്, നിനക്കൊന്ന് ചെന്ന് അമ്മേനെ സമാധാനിപ്പിക്കാനായിട്ട് പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അതേ ടൈം ഹുവാനയുടെ അമ്മ വീട്ടിൽ വല്ലാത്ത സങ്കടത്തിലിരിക്കുമ്പോ ജിയോ അകത്തേക്ക് കയറി വരും. ആന്റി എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, കഴിക്കാൻ വല്ലതും ഉണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. ആ മോളെ എന്റെ കയ്യിൽ ലഞ്ച് ബോക്സ് ഉണ്ടെന്നും പറഞ്ഞ് ഹുവാനക്ക് പാക്ക് ചെയ്ത് വെച്ച എല്ലാ ഫുഡും ജിയോന് എടുത്ത് കൊടുക്കും. ജിയോവും അങ്ങനെ എടുത്ത് കഴിച്ചിട്ട്, ആന്റി ഫുഡെല്ലാം അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണ്, ആന്റിക്ക് നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് പറയും. ആണോ മോളെ, എന്തായാലും എന്താണ്, എന്റെ മകൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയത്, പക്ഷെ അവളാണെങ്കിലോ കഴിക്കുന്നില്ല, എനിക്ക് അവളെ വേറൊരു രീതിയിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവളൊന്ന് ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാനിങ്ങനെ ചെല്ലുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറയും. ആന്റി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്റെ അമ്മയും ബിസിനസിന്റെ കാര്യങ്ങളുമായിട്ട് ഒരുപാട് തിരക്കാണ്, ഇതേപോലെ എനിക്ക് എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ അമ്മക്ക് അതിന് സാധിക്കില്ല, അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെ അമ്മക്ക് ഞാനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെയാണ് ഹുവാനയും ഒരുപാട് ബിസിയാണ്, അതാ എന്റെ മനസ്സിലാക്കണം, എന്നിട്ട് ഹുവാനക്കുള്ള സ്പേസ് കൊടുക്കണമെന്ന് പറയും. എന്തായാലും എന്താണ്, നിങ്ങളെ പോലുള്ള പെൺകുട്ടികളുടെ മനസ്സിലൊക്കെ എന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല എന്നും പറഞ്ഞ് ഹുവാനയുടെ അമ്മയും വല്ലാത്ത സങ്കടത്തിലിരിക്കും. ആ ടൈമിലാണ് മിങ്ങകത്തേക്ക് കയറി വരുന്നത്. ജിയു നീ എന്താ ഇവിടെ? ആ എന്തായാലും അതൊക്കെ പോട്ടെ, ആന്റിക്ക് വേണ്ടിയിട്ട് ഹുവാന ഒരുപാട് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കൊടുത്തു വിട്ടിട്ടുണ്ട്, ആന്റി ഹുവാനയുമായിട്ട് വഴക്കിട്ടോ, ചിലപ്പോ സമാധാനപ്പെടുത്താനായിരിക്കും ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഞാനിതൊക്കെ എന്ത് ചെയ്യണോന്ന് ഇനി ചോദിക്കും. അവള് വാങ്ങി തന്നതൊക്കെ എനിക്ക് വാങ്ങി വെക്കാനായിട്ട് പറ്റുമോ, എനിക്ക് ഒരു സാധനവും വേണ്ടെന്ന് പറയും. ആന്റിക്കപ്പോ വേണ്ടേ, അങ്ങനെയാണെങ്കിൽ ഞാനിതെല്ലാം തിരിച്ചഴക്കട്ടെ എന്ന് ചോദിക്കും. അയ്യോ അതൊന്നും വേണ്ട, എന്റെ മോള് വാങ്ങിയതല്ലേ, അപ്പൊ ഞാൻ വാങ്ങിച്ചോളാന്നും പറഞ്ഞ് അമ്മ അങ്ങനെ പുറത്തേക്ക് പോകും. അപ്പൊ തന്നെ മിങ് ജിയുന്റെ അടുത്തേക്ക് ചെന്ന്, എനിക്ക് നിന്റെ അടുത്തൊന്ന് സംസാരിക്കണോന്നും പറഞ്ഞ് മാറി നിൽക്കും. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും ഹുവാനയും ഇപ്പോ സീരിയസ് റിലേഷൻഷിപ്പിലാണ് ഉള്ളത്, അതിന്റെ ഇടയിലേക്ക് നീ വെറുതെ കടന്നു വന്ന് ഞങ്ങളുടെ ഇടയിലെ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കരുതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിയുന് കുറച്ച് സങ്കടമാകും. എന്നാലും അതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്ത്, ആ എനിക്കത് നേരത്തെ മനസ്സിലായി, എന്തായാലും ഹുവാന നല്ല പെൺകുട്ടിയാണ്, അതേപോലെ ഹുവാനയുടെ പാരന്റ്സും അടിപൊളിയാണ്, നിനക്ക് പറ്റിയ നല്ല ബന്ധമാണ്, എനിക്കിതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ബായൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകും. സിയു പോയ പുറകെ തന്നെ ഫോൺ എടുത്തിട്ട്, നിന്റെ അമ്മനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്, എന്തായാലും നിന്നെ പിക്ക് ചെയ്യാൻ വരാന്നും പറഞ്ഞ് നിങ്ങ കാറും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങും. ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഹുവാന നടന്നു വരുന്നുണ്ട്. അങ്ങനെ തന്നെ കാറ് നിർത്തി മിങ് നേരെ ഹുവാനയുടെ അടുത്തേക്ക് ചെല്ലും. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത്, നിന്റെ അമ്മേനെ ഞാൻ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഇനിയും നീ വീട്ടിലേക്ക് പോകുന്നില്ലേ, ഇനിയും അമ്മേനെ അവോയ്ഡ് ചെയ്ത് നിൽക്കാൻ പോവാണോ എന്ന് ചോദിക്കും. ഈ പ്രാവശ്യം ഞാൻ എന്തായാലും അമ്മേനെ അവോയ്ഡ് ചെയ്യുന്നില്ല, നേരെ നിന്ന് സംസാരിക്കാൻ പോവാണെന്നും പറഞ്ഞിട്ട് ഹുവാനയും മിങ്ങും കൂടി കാറിലേക്ക് കയറി അവിടെ നിന്ന് പോകും. അതേ ടൈം ഹുവാനയുടെ അമ്മയാണെങ്കിലും വല്ലാത്ത സങ്കടത്തിൽ ഇരിക്കുവാണ്. ഒരു മോള് വഴക്കിട്ട് വീട്ടിൽ നിന്ന് പോയതിന് പകരമായിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങി തന്നു എന്നെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു, ഒരു മോനാണെങ്കിലും പോയ വഴി പോയി, ഇതുവരെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് വല്ലാത്ത സങ്കടത്തിലിരിക്കും. ആ ടൈമിനാണ് ഹുവാനയും മിങ്ങും കൂടി അകത്തേക്ക് കയറി വരുന്നത്. ഹുവാനയുടെ കൂടെ മിങ്ങിനെ കാണുമ്പോ തന്നെ ഹുവാനയുടെ അച്ഛനാണെങ്കിലും, അല്ല മോനെ, ഞാൻ നിന്നെ ഇപ്പോഴല്ലേ ഡ്രോപ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത്, അപ്പൊ നീ എങ്ങനെ ഹുവാനെ കണ്ടു, നിനക്ക് വർക്കൊന്നും ഉണ്ടായില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല അങ്കിൾ, ഓഫീസിൽ ചെന്നപ്പോഴേ വലിയ വർക്കൊന്നും ഉണ്ടായില്ല, അപ്പൊ വന്ന വഴി ഹുവാന വരുന്നത് കണ്ടു, അതുകൊണ്ട് ഞാൻ അവളെയും പിക്ക് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു എന്നും പറഞ്ഞ് ഒന്ന് ഹാൻഡിൽ ചെയ്യും. അപ്പൊ തന്നെ ഹുവാനയും, ഞാനൊന്ന് അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ട് വരട്ടെ എന്നും
എന്ന് പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് ചെല്ലും. അമ്മ ഇവൾക്ക് കൊടുക്കാനായിട്ട് ആപ്പിളൊക്കെ ഇരുന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ ഹുവാനയും വന്ന് നാളെ ഷാവ് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോ അമ്മയും ഓക്കെ എന്ന് ഭയങ്കര സങ്കടത്തിൽ തന്നെ പറയും. അപ്പൊ തന്നെ ഹുവാന, അമ്മ എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്ത് പറയണമെന്ന് അറിയില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റായി പോകുമോ എന്നുള്ള പേടിയാണ് എന്റെ ഉള്ളിലുള്ളത്. ചില സമയങ്ങളിൽ അമ്മയുടെ ഇഷ്ടമല്ലേ, അമ്മയുടെ ഇഷ്ടപ്രകാരം ചെയ്യട്ടെ എന്ന് ഞാൻ വിടുന്നുണ്ടെങ്കിലും അവസാനം അത് എന്റെ ഉള്ളില് വലിയൊരു ഭയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് നടന്ന കാര്യം അമ്മക്ക് ഓർമ്മയില്ലേ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അമ്മ എന്നെ തല്ലിയത്. അതേപോലെ വീണ്ടും സംഭവിക്കുമോ എന്നുള്ള പേടി എന്റെ ഉള്ളിലുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോ അമ്മയും ഭയങ്കര സങ്കടത്തില് ഹുവാനനെ തിരിഞ്ഞു നോക്കും. എനിക്കറിയാം അമ്മ ആഗ്രഹിച്ച പോലുള്ള ഒരു പെൺകുട്ടിയാവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല എന്ന്. കല്യാണമൊക്കെ കഴിച്ച ഒരു കുട്ടിയുമായിട്ട് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിനെ കാണാനായിട്ടല്ലേ അമ്മ ആഗ്രഹിച്ചത്. പക്ഷെ അതെനിക്ക് തരാനായിട്ട് സാധിച്ചില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയുടെ അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട്, അന്ന് തല്ലിയതില് എനിക്ക് ഇപ്പോഴും സങ്കടമുണ്ട് മോളെ, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാണ്, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറയും. അമ്മ, എനിക്ക് അമ്മേനോട് വെറുപ്പൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ ആ ഹോട്ടല് കഷ്ടപ്പെട്ട് നോക്കുന്നതില് 2 റീസൺ ഉണ്ട്. ഒന്ന്, ഗ്രാൻഡ്മ എനിക്ക് വേണ്ടി വിട്ടിട്ട് പോയ ഹോട്ടലാണ്, അതുകൊണ്ട്. 2, എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. എന്റെ കുടുംബം മുന്നേറി വരണം, മറ്റുള്ളവരും എന്റെ കുടുംബത്തിന് ഒരു റെസ്പെക്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും അതൊന്നും അമ്മ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം എന്തോരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് അമ്മക്ക് അറിയാമോ എന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് കരയാനായിട്ട് തുടങ്ങും. അപ്പൊ തന്നെ അമ്മയും, സോറി മോളെ, എന്റെ മക്കളും നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഞാനും ജീവിക്കുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം വരും, അതൊക്കെ അറിയാണ്ട് വരുന്നതാണ്. നീ എന്റെ അടുത്ത് ക്ഷമിക്കണം. കുഞ്ഞുനാളിലൊക്കെ എന്റെ അച്ഛനുണ്ടല്ലോ, ഒരു മുട്ട മാത്രമേ വാങ്ങുള്ളൂ, അത് മോന് വേണ്ടി മാത്രം. പെൺകുട്ടിയായതുകൊണ്ട് എനിക്ക് ഒരു ഫുഡും മര്യാദക്ക് തരില്ല. ഒരു തവണ ഞാൻ കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ അവന് വേണ്ടി വെച്ച ആ ഒരു മുട്ട പട്ടിയോ എന്തോ എടുത്തുകൊണ്ട് പോയി. അതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് തല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, എന്റെ മാരേജ് കഴിഞ്ഞ് എനിക്ക് പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അവൾക്ക് ഒരുപാട് ഫുഡൊക്കെ കൊടുത്ത് വളർത്തുമെന്ന്, ഡെയിലി മുട്ട ഉണ്ടാക്കി കൊടുക്കുമെന്നൊക്കെ. അപ്പോ നീ ഫുഡൊന്നും കഴിക്കാണ്ടിരുന്നാ എനിക്ക് സങ്കടമാവില്ലേ? അതുകൊണ്ടാണ് മോളെ ഞാൻ നിന്റെ പുറകെ നടന്നത്. ഇതൊക്കെ നിനക്ക് ഡിസ്റ്റർബ് ആയിന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായി എന്ന് പറഞ്ഞ് അമ്മയും ഭയങ്കരമായിട്ട് പൊട്ടി കരയും. അപ്പൊ തന്നെ ഹുവാനയും വന്ന് അമ്മനെ കെട്ടിപ്പിടിച്ച്, സോറി അമ്മ, എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്നും മറച്ചു വെക്കില്ല, എല്ലാം ഞാൻ അമ്മയുടെ അടുത്ത് തുറന്നു പറയും. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് തന്നെ പറയുമെന്നും പറഞ്ഞ് വല്ലാണ്ട് കരയും. അപ്പൊ അമ്മയും ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട്, ഞാൻ ചില സമയങ്ങളിലൊക്കെ നീ ആൺകുട്ടിയായിട്ട് ജനിച്ചാൽ എന്താന്ന് ചിന്തിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പെൺകുട്ടി ആയാലും എന്താ, കുടുംബമൊക്കെ നോക്കുന്നില്ലേ, എനിക്കത് മതി. എന്റെ മോളുടെ ഇഷ്ടം എന്താണോ ഇനി മുതൽ എന്റെയും ഇഷ്ടം അത് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കരയും. അങ്ങനെ ഒരുവിധം രണ്ടുപേരുടെയും പ്രോബ്ലം ഒക്കെ തീർന്നിട്ടുണ്ട്. അങ്ങനെ ഹുവാന റൂമിലിരിക്കുമ്പോ പെട്ടെന്ന് ബാൽക്കണിയിൽ ആരോ പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അങ്ങനെ ഹുവാന തുറന്നു നോക്കുമ്പോ നിങ്ങൾ ഒരു ഏണിയൊക്കെ വെച്ച് ഹുവാനയുടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിൽക്കുവാണ്. എന്തു പണിയാടാ നീ കാണിച്ചെന്ന് പറഞ്ഞ് ഹുവാന റൂമിലേക്ക് വലിച്ചു കയറ്റും. എന്തിനാ നീ ഇങ്ങോട്ട് വന്നേന്ന് നിന്നെ ചോദിക്കും. അല്ല, നാളെ ഷാവിന്റെ ബർത്ത്ഡേ അല്ലേ, അവൻ എന്ത് ഗിഫ്റ്റ് കൊടുക്കണം അത് ചോദിക്കാനായിട്ട് വന്നതാന്ന് പറയും. അതിന് ഷാവ് അത്രക്ക് പിക്കിയൊന്നുമല്ല, എന്ത് ഗിഫ്റ്റ് കൊടുത്താലും അവൻ ഹാപ്പി ആകും. ഇത് മാത്രമേ നിനക്കുള്ളൂ, ഇത് മാത്രം നിനക്ക് ഡിസ്കസ് ചെയ്താൽ മതിയോ എന്ന് ഞാൻ ചോദിക്കും. അതൊന്നുമല്ല, നിന്നെ കാണാനേ കിട്ടുന്നില്ലല്ലോ, നിന്നെ കണ്ടാലും സംസാരിക്കാൻ പറ്റുന്നില്ല, അപ്പോ നിന്റെ അടുത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാലോ എന്ന് വിചാരിച്ച് വന്നതാന്ന് പറയും. അപ്പൊ തന്നെ ഹുവാന അമ്മിങ്ങനെ കെട്ടിപ്പിടിക്കും. ഒരുവിധം അമ്മേനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് പറയും. അത് നന്നായി, എന്തായാലും നമ്മളൊരു ഫാമിലി അല്ലേ എന്ന് മിങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ വീണ്ടും ഹുവാനൊക്കെ ഹാപ്പി ആയിട്ട് മിങ്ങനെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഷാവിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സിയ അവന് വേണ്ടി ഒരു ടൈയൊക്കെ വാങ്ങി മോനെ പിക്കപ്പ് ചെയ്യാനായിട്ട് നേരെ സ്കൂളിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് ടീച്ചറിന്റെ അടുത്ത് മോന അന്വേഷിക്കുമ്പോ മോന അവന്റെ ഫാദർ വന്ന് കൊണ്ടുപോയി എന്ന് പറയും. അയ്യോ, ഇന്ന് ഫ്രൈഡേ അല്ലേ, ഫ്രൈഡേ ഞാനാണല്ലോ അവനെ കൊണ്ടുപോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഇനി മുതല് കുട്ടിയുടെ ഉത്തരവാദിത്തം മുഴുവനും അവന്റെ അച്ഛനാണെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്ക്, എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല എന്ന് ടീച്ചറും പറയും. ഇതൊക്കെ കേട്ടിട്ട് സീക്കാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ തന്നെ കാറും എടുത്ത് നേരെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ചെല്ലും. കുട്ടിയാണെങ്കിലോ വീട്ടിൽ തന്നെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കാണ്. മോൻ എന്താ ഇവിടെ, ഇന്ന് അമ്മയുടെ കൂടെ അല്ലേ നിൽക്കേണ്ടത്, വാ നമുക്ക് പോവാം, നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാന്ന് പറയും. ഇല്ല, ഞാൻ വരുന്നില്ല, എന്റെ അടുത്ത് അമ്മ പറഞ്ഞല്ലോ അമ്മക്ക് വേറെ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടെന്ന്, ഇനി അമ്മ ബോയ് ഫ്രണ്ടിനെ സ്നേഹിച്ചാൽ മതി, എന്നെ വിട്ടേക്കെന്ന് പറയും. മോനെ നീ എന്താ ഈ കാണിക്കുന്നത്, വാ നമുക്ക് പോവാന്നും പറഞ്ഞ് നിർബന്ധിച്ച് സീ മോനെ വിളിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ തന്നെ ഹസ്ബൻഡ് വന്ന്, നീ നിർത്ത്, അതായിരിക്കും നിനക്ക് നല്ലത്, ഇവിടെ മൊത്തം CCTV ഉണ്ട്, ഈ ഫുട്ടേജ്
കാര്യങ്ങളൊക്കെ ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നിനക്ക് ഒരിക്കലും നിന്റെ മകനെ കാണാനായിട്ട് പറ്റില്ല. അത് നീ ഓർക്കണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ചെയ്യും ആ പയ്യന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയെന്നും പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നീ നിന്റെ മകന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമോ? നിനക്ക് നാണോ ഇല്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനതിന് നുണയൊന്നും പറഞ്ഞില്ലല്ലോ, സത്യമല്ലേ പറഞ്ഞത്. നീ അവനെ ഡേറ്റ് ചെയ്തോണ്ടിരിക്കുവല്ലേ. എന്തായാലും ഇനി മുതൽ നീ അവന്റെ കാര്യങ്ങൾ നോക്ക്, നിന്റെ മോന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കുട്ടിയുമായിട്ട് അകത്തേക്ക് പോകും. ജീക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. വല്ലാണ്ട് കരഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറിയിരിക്കും. ആ ടൈമിനാണ് ഷാവിന്റെ അടുത്ത് നിന്നും മെസ്സേജ് വരുന്നത്. നീ വരുന്നില്ലേ? നിനക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫുഡൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാന്ന് പറയും. ഇത് കാണുമ്പോ തന്നെ ചെയ്യും എല്ലാം മറച്ചു വെച്ച് നേരെ ഷാവിന്റെ അടുത്തേക്ക് ചെല്ലും. അവനെ ചെന്ന് ഹഗ് ചെയ്ത് ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞ് ഒന്നും അറിയാത്ത പോലെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കും. അങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് പബ്ലിക് ആക്കണ്ടേ? ഇനിയും മറച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ മറച്ചു വെച്ച് ജീവിക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഇങ്ങനെ മറച്ചു വെക്കുമ്പോ നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്നല്ലേ അർത്ഥം. നീ എന്തായാലും ഇതിനെപ്പറ്റി ഒന്നും കൂടി ആലോചിക്ക്. നീ ചെറിയൊരു പയ്യനല്ലേ, നിനക്കും ടൈം എടുക്കും. ഞാൻ എന്തായാലും പോവാന്നും പറഞ്ഞിട്ട് സീ ഷാവിനെ ബ്രേക്കപ്പ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകും. സീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് ഷാവിന് മനസ്സിലാവുന്നില്ല. ആകെ ഒരു തകർന്ന അവസ്ഥയിൽ ഇരിക്കുവാണ്. ഇവിടെ നിന്ന് ഡിന്നർ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് ചെല്ലാമെന്നാണ് ഷാവ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹുവാനയും പാരന്റ്സും ഷാവിനെ വെയിറ്റ് ചെയ്തിരിക്കും. ഒരുപാട് നേരമായിട്ടും ഷാവ് വരുന്നില്ല. നീ എന്തായാലും ഒന്ന് കോൾ ചെയ്ത് നോക്കെന്ന് പറയും. കോൾ ചെയ്യുമ്പോ ഷാവാണെങ്കിലോ കോൾ എടുക്കുന്നില്ല. അതിന് പകരം ഒരു ലൊക്കേഷൻ ഹുവാനക്ക് അയച്ചു കൊടുക്കും. എന്താണെന്നറിയില്ല, അവന്റെ കോൾ എടുത്തില്ല. അതിന് പകരം ലൊക്കേഷനാണ് അയച്ചു തന്നിട്ടുള്ളത്. ഞാൻ എന്തായാലും അവനെ ചെന്ന് കണ്ടിട്ട് വരാന്ന് പറയും. ആ ടൈമിന് മിങ് അങ്ങോട്ടേക്ക് വരും. ഹുവാന, നീ ഇവിടെ നിന്ന് പോവാണോ? അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്നറിയും. വേണ്ട മിങ്, നീ എന്തായാലും എന്റെ പാരന്റ്സിന്റെ കൂടെ ഇരിക്ക്, അവന്റെ അടുത്ത് ഞാൻ പോയിട്ട് വരാന്നും പറഞ്ഞ് ഹുവാന അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങും. ആ ടൈമിന് ഹുവാനയുടെ അമ്മയാണെങ്കിലോ, നിന്റെ ഡ്രസ്സ് കഴുകുന്ന ടൈമിന് നിന്റെ ID കാർഡ് എന്റെ കയ്യിൽ കിട്ടി. അതിൽ നിന്ന് നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ജാതകം നോക്കി. ആ ജാതക പ്രകാരം നിന്റെ പുറകെ ഒരുപാട് പെൺകുട്ടികൾ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിന്റെ മാരേജ് നടത്താനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നറിയും. ആണോ ആന്റി? ആന്റിക്ക് എന്നോട് ഭയങ്കര സ്നേഹമൊന്നും പറഞ്ഞിട്ട് മിങ്ങും അവിടെ ഇരിക്കും. അതേ ടൈം ഹുവാന നേരെ ഷാവിന്റെ അടുത്തേക്ക് ചെല്ലും. ഇത് അമ്മ തന്ന ഗിഫ്റ്റ്, ഇത് അച്ഛൻ തന്ന ഗിഫ്റ്റ്, എല്ലാവരും നിനക്ക് മണിയായിട്ട് ഇതേ കാർഡാ തന്നിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് കാർഡൊക്കെ എടുത്തു കൊടുക്കും. എന്താടാ നീ വീട്ടിലേക്ക് വരാണ്ടിരിക്കുന്നത്? ഇനിയും നിന്റെ സങ്കടം മാറിയില്ലേ? അമ്മേനോട് ഇപ്പോഴും നിനക്ക് ദേഷ്യമാണോ? അമ്മ നിനക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് നീ വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നീ എന്താ വീട്ടിലേക്ക് വരാത്തത്? അമ്മേനോട് ഇപ്പോഴും നിനക്ക് ദേഷ്യം ഉണ്ടോന്ന് എന്നെ ചോദിക്കും. ഈ പ്രാവശ്യം അമ്മേനോട് എനിക്കൊരു ദേഷ്യമില്ല. അമ്മ കാരണമല്ല ഞാൻ സങ്കടത്തിലിരിക്കുന്നത്, വേറൊരാള് കാരണമെന്ന് പറയും. അതാരാണ്? ഇനി ചെയ്യുവാണോ എന്ന് ഹുവാനയും ചോദിക്കും. ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.